ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം കേരള PSC ഇലക്ട്രീഷ്യൻ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ഓവർസിയർ അതുപോലെ ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ഇങ്ങനെ ഈ 3 തസ്തികയിലേക്കുള്ള എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എക്സാമിൻ്റെ ഡേറ്റിൻ്റെ കൂടെ അതിൻ്റെ കംപ്ലീറ്റ് സിലബസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്ത പ്രകാരം 2024 സെപ്റ്റംബർ 30 സെപ്റ്റംബർ 30 തിങ്കളാഴ്ചയാണ് നമുക്ക് എക്സാം പറഞ്ഞിരിക്കുന്നത്. എക്സാക്ട്ലി 100 ദിവസം അല്ലെങ്കിൽ 99 ദിവസം 100ാമത്തെ ദിവസമാണ് എക്സാം വരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ഇനി വരുന്ന ഈ ഒരു 100 ദിവസത്തിനുള്ളിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, ഇനിയുള്ള 100 ദിവസം ഇതെങ്ങനെ സ്ട്രാറ്റജിക്കലായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെ ഈ എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിനെ ഓരോ 10 മൊഡ്യൂളാണ് നമുക്ക് സിലബസിലുള്ളത്. 75 ദിവസം കൊണ്ട് ഈ 10 മൊഡ്യൂൾ തീരുന്ന രീതിയിൽ 75 അല്ല 70 ദിവസം 70 ദിവസം കൊണ്ട് ഈ 10 മൊഡ്യൂൾ തീരുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തതാണിത്. ബാക്കി വരുന്ന 30 ദിവസം 100 ദിവസത്തിൽ ബാക്കി വരുന്ന 30 ദിവസം നമുക്കിത് റിവൈസ് ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30 ദിവസം എക്സാമിൻ്റെ തൊട്ട് മുമ്പേയുള്ള 30 ദിവസം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ 10 വീക്ക് 10 മൊഡ്യൂളിനെ 10 വീക്ക്, ഓരോ മൊഡ്യൂളിലും ഓരോ വീക്ക് എന്നുള്ള കണക്കിലല്ല. ചില മൊഡ്യൂളുകൾ നമുക്ക് കണ്ടന്റിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, ചില മൊഡ്യൂളുകൾ കണ്ടന്റ് എണ്ണം കുറവായിരിക്കും. ഓൺ ആൻ ആവറേജ് ഡെയിലി ഒരു 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിളാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പലരും വർക്കിംഗ് ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്കൊരു 3-4 മണിക്കൂറൊക്കെ പലർക്കും കിട്ടാറുള്ളൂ. ഇതിൽ കൂടുതൽ സമയം കിട്ടുന്ന ആളുകൾക്ക് ഇത് 2 ദിവസത്തെയോ അല്ലെങ്കിൽ 3 ദിവസത്തെയോ ടോപ്പിക്കുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ നേരത്തെ കഴിഞ്ഞ് ഒരു 2ാമത്തെ സ്റ്റേജിലും കൂടെ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലും കൂടെ നമുക്ക് ഇതേ ടോപ്പിക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാനും ഒരു ഫൈനൽ റിവിഷനും കൂടെ സമയം കിട്ടും. അപ്പോൾ ഒരു 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഡെയിലി കിട്ടുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിളാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടൈം ടേബിളിനകത്ത് മൊഡ്യൂളുകൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ടൈം ടേബിൾ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. ഇതിനകത്ത് ആദ്യത്തെ ആഴ്ച മൊഡ്യൂൾ 1 ഏകദേശം മൊഡ്യൂൾ 1 ഫുള്ളായിട്ട് ഒരു 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം 2ാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൺഡേയും നമുക്കിപ്പോൾ 10 വീക്കിൽ എന്ന് പറയുമ്പോൾ 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ സൺഡേ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നും പുറകോട്ട് പോയിട്ട് ഇതിനു മുമ്പ് ഒരുപക്ഷെ കഴിഞ്ഞ ഇലക്ട്രീഷ്യൻ എക്സാമുകൾക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. അതായത് IT ലെവലുള്ള ഇലക്ട്രീഷ്യൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പലതും ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മൾ ചെയ്യാത്ത ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ നിന്നും പുറകോട്ട് പോയിട്ട് 2024 നിന്നും പുറകോട്ട് പോയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഓവർസിയറിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് 10 ക്വസ്റ്റ്യൻ പേപ്പർ 10 സൺഡേ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അപ്രോക്സിമേറ്റ് മാർക്ക് എന്ന് പറയുന്നത് 85 മാർക്കിന് മേലെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലേക്ക് പോകണം നമ്മുടെ പ്രിപ്പറേഷൻ. കാരണം കഴിഞ്ഞ എക്സാമിൻ്റെയൊക്കെ നമ്മൾ കണ്ടതാണ്, നമുക്ക് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ 80 മേലെ മുകളിൽ നമുക്ക് ഇതിൻ്റെ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു 85 മേലെ മിനിമം 85 മുകളിൽ നമുക്കൊരു മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റണം. ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും എവിടെയാണോ നമ്മുടെ പ്രശ്നങ്ങളുള്ളത് അത് സോൾവ് ചെയ്തുകൊണ്ട് അടുത്ത ആഴ്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് അത് റെക്ടിഫൈ ചെയ്ത് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്ത് കൊണ്ടുവരിക, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇനീഷ്യലി ഇത്ര 85 എത്തിയിട്ടില്ല, നിങ്ങളുടെ മാർക്ക് ഒരു 30 താഴെയാണെങ്കിൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിൽ സമയമുണ്ട്. കൃത്യമായ പാറ്റേണോടുകൂടി ഒരു സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ടൈം ടേബിൾ വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക്കുകളിലും നിമി ടെക്സ്റ്റ് ബുക്ക് മിനിമം നിർബന്ധമായും വായിച്ചിരിക്കണം. കാരണം ഈ സിലബസ് നോക്കുന്ന സമയത്ത് കുറച്ച് സിമ്പിളായിട്ടുള്ള സിലബസാണ്, പക്ഷെ എന്നാൽ അത്ര സിമ്പിളൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ ഇലക്ട്രീഷ്യൻ ക്വസ്റ്റ്യൻ പോലെ അത്ര സിമ്പിളല്ല, പക്ഷേ അതിന് കുറച്ച് മേലെയാണ്. എന്ന് വെച്ചാൽ സബ് എഞ്ചിനീയർ പോലെയുള്ള എക്സാമുകൾ പോലെയുള്ള അത്ര ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ പേപ്പറും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിലബസ് നമ്മൾ ടോപ്പിക്സ് ഒക്കെ കാണുമ്പോൾ ഇത് നിമിയുടെ ഇൻഡെക്സിലുള്ള കാര്യങ്ങൾ തന്നെയാണുള്ളത്.
അതുകൊണ്ട് തന്നെ നിമി ടെക്സ്റ്റ് ബുക്ക് 4 വോളിയം 4 സെമസ്റ്ററിൻ്റെ അല്ലെങ്കിൽ 2 വർഷത്തിൻ്റെ ഏതാണ് NSQL ലെവലിൽ നിങ്ങൾ എടുക്കുന്നത്, എല്ലാം കണ്ടന്റുകളൊക്കെ സെയിം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച്മെൻറ്റുകളൊക്കെ ചേഞ്ചസേ ഉള്ളൂ. ഈ നിമി ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF അവൈലബിൾ ആണ്, PDF അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും നിമിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് പോസ്റ്റലായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡെയിലി ഒരു മിനിമം ഒരു 20-30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു പ്രീവിയസ് ഇയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ട് 20-30 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ നമുക്ക് കൂടുതൽ നമ്മുടെ മൈൻഡിൽ നിൽക്കുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്യുകയും അതോടുകൂടെ മൊഡ്യൂൾ 2 ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് വരുന്ന സമയത്ത് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആഴ്ച ഫുള്ള് മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്യുക. മൂന്നാമത്തെ ആഴ്ചയിൽ മൊഡ്യൂൾ 2 ഒരു റിവൈസ് ചെയ്യുകയും മൊഡ്യൂൾ 3യിലേക്ക് കവർ ചെയ്യുകയും ചെയ്യുക. മൊഡ്യൂൾ 3യുടെ അറൗണ്ട് 75% മൂന്നാമത്തെ ആഴ്ച കവർ ചെയ്തിട്ട് നാലാമത്തെ ആഴ്ചയിലേക്ക് വരുന്ന സമയത്ത് നാലാമത്തെ ആഴ്ചയിലേക്ക് ഫോർത്ത് മൊഡ്യൂളിൻ്റെ കടന്നിട്ട് ഫോർത്ത് മൊഡ്യൂളിലേക്ക് കടന്നിട്ട് ഫോർത്ത് മൊഡ്യൂൾ പവർ മെഷർമെൻറ്റിലേക്ക് കടക്കുക. ആ ഫോർത്ത് മൊഡ്യൂളിലും ഏകദേശം അതേപോലെ തന്നെ 50% കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ നാലാമത്തെ ആഴ്ചയുടെ റിവിഷനെല്ലാം കഴിഞ്ഞ് അഞ്ചാമത്തെ ആഴ്ചയിൽ സേഫ്റ്റി, അതൊരു ചെറിയ മൊഡ്യൂളാണ്. ആ ചെറിയ മൊഡ്യൂൾ അഞ്ചാമത്തെ ആഴ്ചയിൽ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ചെറിയ മൊഡ്യൂളാണ്. അതുകൊണ്ട് ഞാൻ 5ഉം 6ഉം സേഫ്റ്റിയും അതേപോലെ തന്നെ വയറിംഗ് ഡിവൈസസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 5ഉം 6ഉം മൊഡ്യൂളുകൾ ആറാമത്തെ ആഴ്ചയോട് കൂടെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക. ഇനി ഏഴാമത്തെ മൊഡ്യൂള് മെഷീൻസാണ്. റൊട്ടേറ്റിംഗ് മെഷീൻസ്, DC ജനറേറ്റർ, DC മോട്ടറൊക്കെ അത് ഏഴാമത്തെ ആഴ്ചയിൽ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഏഴാമത്തെ ആഴ്ചയിൽ അവസാനത്തോടു കൂടെ നമ്മളുടെ ട്രാൻസ്ഫോമേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ടാമത്തെ ആഴ്ചയിൽ ട്രാൻസ്ഫോമേഴ്സും അതേപോലെ തന്നെ ആൾട്ടർനേറ്റേഴ്സും റൊട്ടേറ്റിംഗ് ബാക്കിയുള്ള മെഷീൻസ് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക എട്ടാമത്തെ ആഴ്ചയോട് കൂടെ. ഇനി ബാക്കി വരുന്നത് 2 ആഴ്ചയും 2 മൊഡ്യൂളുമാണ്. 9ാമത്തെ ആഴ്ചയിൽ നമ്മളുടെ ഒരു മൊഡ്യൂളായിട്ടുള്ള ഇലക്ട്രോണിക്സിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഇത്തവണ സിലബസിൽ വെച്ചിട്ടുണ്ട്. ആ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 9ാമത്തെ ആഴ്ച. 10ാമത്തെ ആഴ്ചയിൽ ബാക്കിയുള്ള നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ 10ാമത്തെ ആഴ്ച. 9ാമത്തെ ആഴ്ചയും 10ാമത്തെ ആഴ്ചയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ടൈം ടേബിൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ പോലെ കൃത്യമായി ഫോളോ ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫോളോ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് നിമി തന്നെ ഫോളോ ചെയ്യുക. ബാക്കി ഏതെങ്കിലും ഒരു പബ്ലിഷേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ട് ഏതായാലും മതി. ഞാനൊരു പർട്ടിക്കുലർ പബ്ലിഷറിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ പബ്ലിഷറിൻ്റെ പേരോ ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും ഒരു പബ്ലിഷറിൻ്റെ ഈ ഒരു സിലബസിനുള്ളിൽ വരുന്ന ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളുടെ കേരള PSC പോലെ തന്നെ മറ്റ് സ്റ്റേറ്റ് PSCകളുണ്ട്. മറ്റ് സ്റ്റേറ്റ് PSCകൾ ഇത്തരത്തിലുള്ള ഇലക്ട്രീഷ്യൻ, വയർമാൻ പോലെയുള്ള IT ലെവൽ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് സംഘടിപ്പിച്ച് വെച്ചിട്ട് അത് കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ മറ്റ് സ്റ്റേറ്റ് PSCകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മുടെ കേരള PSCകൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.